ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് എപ്പോഴും എന്നെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയും ഞാൻ അറിയാതെ എന്നെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയും അതേസമയം എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നും എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അവൾ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി എന്ന വിവരം ഞാൻ പലപ്പോഴും അവളെ അറിയിക്കാറില്ല. കാരണം അറിഞ്ഞാൽ പിന്നീട് അവൾക്ക് എന്നോട് മിണ്ടാൻ വലിയ പാടായിരിക്കുമല്ലോ. ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഓവറി ഉൾപ്പെടെ യൂട്രസ് നീക്കം ചെയ്തു എന്ന വിവരം എന്നോട് ഒരിക്കൽ അവൾ പറഞ്ഞിരുന്നു. ആ സംഭവമാണ് ഓർമ്മ വന്നത്. ഞാനൊരു കാര്യം എന്തുകൊണ്ട് എന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും സംഭവങ്ങൾ ഓർമ്മ വരികയാണെങ്കിൽ അതും ഇതുമായി പലപ്പോഴും എനിക്ക് ബന്ധം വരാറുണ്ട്. അത്തരത്തിലൊരു ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറി ഉൾപ്പെടെ യൂട്രസ് നീക്കം ചെയ്താൽ ഒരു പെണ്ണ് എങ്ങനെയായിരിക്കും, അവളുടെ ക്യാരക്ടർ എങ്ങനെയായി മാറുമെന്ന് ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തിനോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത്, പ്രായമുള്ളവരാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്ക് ശാരീരികമായിട്ട് മാത്രമേ അല്പം പ്രശ്നങ്ങൾ വരികയുള്ളൂ. പക്ഷേ ചെറുപ്പക്കാരികളിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അത് പ്രശ്നമാണ്. അവർ സഹതാപം അർഹിക്കുന്നവരാണ്. അതുവരെ എനിക്ക് അവളെ കാണുമ്പോഴും അവളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ നാലായിട്ട് വലിച്ച് കീറി ഉപ്പുമുളകൊക്കെ തേച്ച് എണ്ണയിലിട്ട് പൊരിച്ച് അമ്മിയിലിട്ട് ചതച്ച് ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കാറ്. അതിനുശേഷം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ പുറമേ അവർ ശാന്തരാണ് എങ്കിലും അവരുടെ ഉള്ളിൽ വലിയ സുനാമിയെ ഓടിക്കൊണ്ടിരിക്കുമെന്നാണ്. ഇവൾ തന്ന വിവരം ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൾ ക്യാരക്ടർ വിശദീകരിച്ചത് പക്ക ആയിരുന്നു. അവൾ പറഞ്ഞതും ഇവളുടെ ക്യാരക്ടറും സെയിം ആയിരുന്നു. ശരിക്കും സഹതാപം